ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കടുകുമണി എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു പ്രത്യേക മേഖലയിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. അതിന് റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ധ്യാനിക്കാൻ പോകുന്നത്. ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താൽപ്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ സാധിക്കുകയില്ല. ജഡിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വചനം പ്രഘോഷിക്കണം, മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, രോഗശാന്തി ശുശ്രൂഷ ചെയ്യണം, കൗൺസിലിംഗ് നടത്തണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ്, 32 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം, പോട്ടെ ആശ്രമത്തിൽ വെച്ച് 31-32 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ധ്യാനം കൂടി. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, ഞാൻ ആത്മീയമായിട്ട് വളരാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ധ്യാനം കൂടെ കൂടാൻ പറഞ്ഞു. 2ാമത്തെ ധ്യാനം കൂടി. അപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഒന്ന് ധ്യാനം കൂടി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഭരണജ്ഞാനത്തുള്ള അസൈസി ആ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ ഒത്തിരി ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട്, വചനം പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടും ഒത്തിരി സാധിക്കുന്നുണ്ട്, എല്ലാ ദിവസവും കുർബാനയ്ക്കൊക്കെ പോകും, പക്ഷേ ചില തിന്മകൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്താ ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ അഭിഷേകത്തിന് വില കൊടുക്കണം. ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആത്മാക്കളെ രക്ഷിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവരാജ്യം നിർമ്മിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ചില ആത്മീയ കൃപകൾ ആർജിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ വില കൊടുക്കാൻ തയ്യാറാകണം. എന്ത് വില കൊടുത്തും പാപത്തെ വെറുത്തുപേക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിൽ കേട്ടുപോയി. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് ഒരു 10-12 വർഷം കഴിഞ്ഞാണ്. ഒരിക്കൽ അദ്ദേഹം പോട്ട ബൈബിൾ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞുകൊണ്ട് എന്നെ കാണാൻ വേണ്ടി ഞാൻ താമസിക്കുന്ന പോട്ടെ ആശ്രമത്തിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരിടത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ, താങ്കൾ വചനം പ്രഘോഷിക്കേണ്ട, കൗൺസിലിംഗ് നടത്തണ്ട എന്ന് നിർദ്ദേശം പറഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റിയ അച്ഛൻ, ഞാൻ അച്ഛൻ്റെ അടുത്തൊന്ന് കുമ്പസാരിക്കാൻ പോയി, അതാ പറ്റിയതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാവുന്നുണ്ട്, താങ്കളുടെ ബലഹീനത എന്താണെന്നും എനിക്ക് ഏതാണ്ട് അറിയാമല്ലോ. ആ ധ്യാന കേന്ദ്ര ഡയറക്ടർ താങ്കളോട് ഇനി വചനം പ്രഘോഷിക്കേണ്ടതില്ല, കൗൺസിലിംഗ് നടത്തേണ്ടതില്ല എന്ന് പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. വെറുതെ ഒരു കാരണമില്ലാതെ അദ്ദേഹം പറയില്ലല്ലോ. കാരണമുണ്ട്, പക്ഷേ ഞാൻ കുമ്പസാരിക്കാൻ പോയതുകൊണ്ട് അതെല്ലാം പറ്റി. ഞാൻ പറഞ്ഞു, അത് വലിയൊരു ഒരു വ്യാജമായൊരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ബലഹീനത അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയിലെ ബലഹീനത കുമ്പസാരക്കാരോട് പറഞ്ഞപ്പോൾ, അങ്ങനെ ഒരാൾ ഇതുപോലെയുള്ള കൗൺസിലിങ്ങിന് പോയാൽ, വചനപ്രഘോഷണം പോയാൽ അപകടം ഉണ്ടാക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്, ആത്മീയ പിതാവ് പക്വതയുള്ള ആളായതുകൊണ്ടാണ് ഇത് രണ്ടും വേണ്ട, പ്രാർത്ഥനയിൽ മുന്നേറുക എന്നുപദേശിച്ചത്. ബാക്കിയുള്ള കുറേ ഉപദേശങ്ങൾ പറഞ്ഞു എന്ന് അദ്ദേഹം അപ്പം എന്നോട് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ അച്ഛനും എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. എന്താണ് കാര്യം? ഒറ്റ കാര്യമുള്ളൂ, ജഡിക കാര്യങ്ങളിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. ജഡിക കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സെക്സ് എന്ന് മാത്രം വിചാരിക്കേണ്ട, അതിലൊന്നാണ്. അദ്ദേഹത്തിന് ആ ഒരു മേഖലയിൽ എപ്പോഴും മനസ്സിങ്ങനെ മോശമായ കാര്യങ്ങളിലേക്കുള്ള ചിന്ത പോയിക്കൊണ്ടിരിക്കുന്ന വിധത്തിൽ മനസ്സിനെ അവിടെ കൊണ്ടുപോയി ഉറപ്പിച്ച് വെച്ചിരിക്കുക. 2ാമത്തെ കാര്യം, പണം, സമ്പത്ത്, സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, വലിയ വീടുണ്ടാകണം, വില കൂടിയ വണ്ടി വേണം, ഈ ചിന്തയുണ്ട്. അതൊരു ജഡിക ദാഹമാണ്.
മറ്റൊന്നുള്ളത് തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞാൽ തൻ്റെ അടുത്ത് കൗൺസിലിൽ വരുന്നവർ തന്നെ പ്രശംസിക്കണം, പൊക്കി പറയണം, വണ്ടർഫുൾ എന്ന് പറയണമെന്നുള്ളൊരു ദാഹം ഒരു ജഡിക ദുർമോഹമാണ്. മറ്റൊന്നുള്ളത് മറ്റൊരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ തനിക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഒരാത്മീയ മനുഷ്യന് ചേരാത്ത ഒത്തിരി ശൈലികൾ, ബോധ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന കാര്യം ചെയ്യാനും ആത്മാക്കളെ രക്ഷിക്കാനും ദൈവരാജ്യ നിർമ്മാണത്തിൽ പങ്കാളിയാകാനുമുള്ള ദൃഢമായ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ജഡികമായ ദുർമോഹങ്ങളോ മോഹങ്ങളോ താല്പര്യങ്ങളോ മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിനെ അവിടെ കൊണ്ട് നിക്ഷേപിച്ച് അതിൽ വ്യാപരിച്ചാൽ, അതിൽ അഭിരമിച്ചാൽ ആ വ്യക്തിക്ക് അപകടങ്ങൾ അനവധി ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പൂർണ്ണ നവീകരണം വരാതെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ അപകടമാണ്. ഒരു കാര്യം എനിക്ക് തോന്നിയതേ, വചന പ്രഘോഷണം, വചന ശുശ്രൂഷ, കൂദാശ പരികർമ്മങ്ങൾ ചെയ്യുന്ന പുരോഹിതര ഞങ്ങളെപ്പോലുള്ളവരുടെ കാര്യങ്ങൾ, അതുപോലെ ആത്മീയ ശുശ്രൂഷ മേഖലയിൽ അതിനുവേണ്ടി ജീവിതം സമർപ്പിക്കുന്ന പുരോഹിതരുടെ സന്യസ്തരുടെ ജീവിതം ഈ മേഖലയിലും ആത്മായ ശുശ്രൂഷയുടെ മേഖലയിലും ഒരു പക്ഷേ ഇതിനൊരു പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ട് പലർക്കും വീഴ്ചയോ പരാജയമോ ആത്മീയ ബലക്കുറവോ ആത്മീയ രോഗങ്ങളോ ഉണ്ടാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ദൈവം താങ്കളെ ദൈവ ശുശ്രൂഷയിൽ നിലനിർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കരുത്, എനിക്ക് ചാൻസ് വേണമെന്ന്. തന്നെ വചനം പ്രഘോഷിക്കാൻ അനുവദിക്കാത്തത് ഈ പുരോഹിതനാണെന്നുള്ള ഈ ധ്യാനകേന്ദ്ര ഡയറക്ടർ അന്ന് ദുർവിധി അവസാനിപ്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അടുക്കൽ വന്ന് അച്ഛൻ എന്നെ അച്ഛൻ്റെ ധ്യാനകേന്ദ്രം കൊട്ടിക്കൊണ്ടു പോകുന്നോർത്താണ് വന്നത്, പക്ഷേ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാനല്ല, ഏത് ധ്യാനഗുരുവാണെങ്കിലും താങ്കളുടെ നിത്യരക്ഷയാണ് എൻ്റെ ലക്ഷ്യം. എല്ലാവരുടെയും ലക്ഷ്യം അതായിരിക്കണം. താങ്കൾ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് താങ്കൾ സ്വർഗത്തിൽ പോകുന്നതോടൊപ്പം അനേകം പേര് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയുള്ള ശുശ്രൂഷ ഇത്. അതിന് ഈ കയ്യിലിരിപ്പുണ്ടെങ്കിൽ എങ്ങനെ ശരിയാകും? അനേകം തെറ്റായ കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി മനസ്സിനെ ജഡത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അതാ ജഡികമായിട്ടുള്ള ഒരു ശൈലിയിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാനെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിനെ കേൾക്കാനും സ്വീകരിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ ഇതമനസ്സ് ജീവിച്ച് മുന്നോട്ടാനും പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്താനും പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തിപ്പിൽ പോകാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? മരിക്കേണ്ടി വന്നാലും പരിശുദ്ധാത്മാവ് അനുവദിക്കാത്തൊന്നും വേണ്ട തീരുമാനം എടുക്കാൻ പറ്റുമോ? എൻ്റെ മരണം വരെ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിച്ചു കൊള്ളാം എന്നൊരു പ്രതിജ്ഞ എടുത്ത് ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു. 1 വർഷത്തേക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ പൂർണ്ണമായിട്ട് പ്രാർത്ഥനയിൽ ചിലവഴിക്കാൻ പറ്റുമോ? പെട്ടെന്ന് അദ്ദേഹം മുട്ടുകുത്തി എന്നോട് പറഞ്ഞു, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അദ്ദേഹം തലേ കവിച്ച കുറേ നേരം പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു. സ്വന്തം വീട്ടിലിരുന്ന് തന്നെ പ്രാർത്ഥന നടത്തി. കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ഉള്ളതുകൊണ്ട് അതിൻ്റെ സൂപ്പർവിഷൻ മതി, അതിന് ജോലിക്ക് പോകണ്ട. എങ്കിലും അദ്ദേഹം ജോലിക്ക് പോകും. ഒരു 2-3 മണിക്കൂർ കൃഷി മേഖലയിലും ജോലി ചെയ്യും. ബാക്കിയുള്ള സമയത്ത് കുറച്ച് നേരം വീട്ടിൽ അത്യാവശ്യം അന്നത്തെ പത്രം വായിക്കും, ന്യൂസ് ഒന്ന് കേൾക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ, അത്രമാത്രമേ ഉള്ളൂ. വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നുമില്ല, സിനിമയില്ല, വേറെ ലൗകികമായ യാതൊരു കാര്യത്തിൽ ഏർപ്പെടുകയില്ല. മുഴുവൻ നേരവും ബൈബിൾ വായിക്കും, വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കും. ഞാൻ പറഞ്ഞു, പരമാവധി വിശുദ്ധരുടെ ജീവചരിത്ര പുസ്തകങ്ങൾ വാങ്ങുക, അതൊരു മുതൽക്കൂട്ട് അടുത്ത തലമുറയ്ക്ക് കിട്ടും. ഇയാളിങ്ങനെ പുസ്തകം വായിക്കുന്ന കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായമായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടി മകൾ
അവളും ഈ പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങി. ഞാനിപ്പം പറയട്ടെ, ഈ മനുഷ്യൻ പൂർണ്ണമായിട്ട് ഈ ലോക സ്വാധീന ബന്ധനങ്ങൾ മോചനം പ്രാപിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് വചനം പ്രഘോഷിക്കണമെന്നൊരു മോഹമില്ല. അയാൾ പറഞ്ഞു, എൻ്റെ ജീവിതമാണ് വചന പ്രഘോഷണം. കൗൺസിലിംഗ് നടത്തണമെന്നും ആഗ്രഹമില്ല. പക്ഷേ എല്ലാ ദിവസവും പള്ളി പോകും. വൈകുന്നേരം 1 മണിക്കൂർ ദൈവകാരൻ്റെ സന്നിധിയിൽ തൊട്ടടുത്തൊരു കോൺവെൻ്റ് ചാപ്പലിൽ പരസ്യമായിട്ട് ആരാധനയുണ്ട്. അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും മൗനമായിട്ട്. വീട്ടിലെ കുടുംബ പ്രാർത്ഥന അപ്പനും അമ്മയും 2 മക്കളും ചേർന്ന് 2 മണിക്കൂർ നേരം നടത്തും. ഇവർ മക്കളെല്ലാം കൂടെ 1 മണിക്കൂർ, പിന്നെ ഭാര്യ ഭർത്താവ് കൊണ്ടത് 1 മണിക്കൂർ. ഭാര്യ വിശുദ്ധയാണ്. അതുകൊണ്ട് ഇയാളുടെ ആത്മീയ ജീവിത വളർച്ചയിൽ സഹകാരിണിയാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ഉപകരണമായി മാറി. മനസ്സ് ലോകത്തിലോ ജഡത്തിലോ തിന്മ നിറഞ്ഞ എന്തെങ്കിലും കാര്യത്തിലോ പിശാചിന സമാനത്തിൽ വയ്ക്കാതെ ദൈവത്തിൽ നിക്ഷേപിക്കാൻ, പരിശുദ്ധാത്മാവിലേക്ക് തിരിച്ചു നിർത്താൻ നമുക്ക് ശ്രമിക്കാം. ഈശോയെ, മനസ്സിന് നവീകരണം വഴി രൂപാന്തരപ്പെട്ടവരാകാനുള്ള കൃപാവരത്തിനായി യാചിക്കുന്നു. മനസ്സിനെ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ സുഖങ്ങളിലേക്ക്, പാപങ്ങളിലേക്ക്, പൈശാചിക ലോകത്തിലേക്ക് നയിക്കുന്ന എല്ലാ സ്വാധീനങ്ങളിൽ നിന്ന് ബന്ധനങ്ങൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.